ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. വെള്ളിയാഴ്ച പെരുന്നാൾ വന്നാൽ ജുമുഅ സംഘടിപ്പിക്കൽ നിർബന്ധമാണ്, ജുമുഅയിൽ പങ്കെടുക്കൽ നിർബന്ധമില്ല. ഈ വെള്ളിയാഴ്ച പെരുന്നാൾ 29 മാസം കാണും, 28 ഉദയുണ്ട്. അപ്പൊ കാണാനാണ് സാധ്യത കൂടുതൽ. അപ്പൊ വെള്ളിയാഴ്ച ജുമുഅ നടക്കണം. പള്ളി കമ്മിറ്റിയെ സംബന്ധിച്ച് ജുമുഅ നടത്തണം. ഖതീബ് ആർക്കും വരാം, ഖതീബ് നിർബന്ധമില്ല. ഖതീബ് ഇവിടെ വന്നാൽ മതി, ഞാൻ തന്നെ കൊള്ളുന്നില്ല. പങ്കെടുക്കൽ നിർബന്ധമില്ല. അപ്പൊ രാവിലെ പെരുന്നാസ്കാരത്തിന് വന്നാൽ ഇനി വരെ ജുമുഅസ്കാരം നിർബന്ധമില്ല, ളുഹ്റുസ്കരിച്ചാൽ മതി. എന്നാൽ ജുമുഅ നടക്കൽ നിർബന്ധമാണ്, ജുമുഅ ക്യാൻസൽ ആക്കാൻ പറ്റൂല. പങ്കെടുക്കുക ആളുകൾ ഇഷ്ടം താല്പര്യമുള്ളവർക്ക് വരാം, അല്ലെങ്കിൽ വന്നാൽ കൂലിട്ടു, വന്നില്ലെങ്കിൽ ഒരു കുറ്റമില്ല, ളുഹ്റുസ്കരിച്ചാൽ മതി. പങ്കെടുക്കുക ആളുകൾ ഇഷ്ടം താല്പര്യമുള്ളവർക്ക് വരാം, അല്ലെങ്കിൽ വന്നാൽ കൂലിട്ടു, വന്നില്ലെങ്കിൽ ഒരു കുറ്റമില്ല, ളുഹ്റുസ്കരിച്ചാൽ മതി. വെള്ളിയാഴ്ച പെരുന്നാളായാൽ ജുമുഅ സംഘടിപ്പിക്കൽ നിർബന്ധമാണ്. ഖതീബ് വേണമെന്നില്ല, കണ്ടം കൊത്തുന്നവരുണ്ടായാലും മതി, അല്ലെങ്കിൽ ചെത്തുതൊഴിലാളിയായാലും മതി. ഖതീബ് മാത്രമല്ല, ആ മഹലിലുള്ള ഒരാളും ജുമുഅയിൽ പങ്കെടുത്തില്ലേലും തരക്കേടൊന്നുമില്ല, കുറ്റമൊന്നും കിട്ടൂല. പക്ഷെ ജുമുഅ സംഘടിപ്പിക്കണം, അത് നിർബന്ധമാണ്. അപ്പൊ പിന്നെ ഇച്ചൊരു സംശയം, ജിന്നൂരി പള്ളിയിലാണല്ലോ ഇതെല്ലാം നടക്കാൻ പോകുന്നത്. നമ്മളെ പള്ളിയിലൊന്നും അത് നടക്കൂല. ഇവൻ പറയുന്ന കേട്ടിട്ടല്ലോ നമ്മളെ പള്ളിയിൽ നിന്ന് നടത്തല്. അപ്പൊ ഈ ജിന്നൂരി പള്ളിയില് ഖതീബ് ഉണ്ടാവില്ല, മനുഷ്യന്മാരും ഉണ്ടാവില്ല, ജുമുഅ സംഘടിപ്പിക്കുകയും ചെയ്യും. നിർബന്ധമാണല്ലോ ജുമുഅ സംഘടിപ്പിക്കൽ. അപ്പൊ പിന്നെ ആരായി ജുമുഅ സംഘടിപ്പിക്കുക? നാട്ടിലുള്ളവരൊക്കെ പോയി, ഖതീബും പോയി, എല്ലാരും പോയി. കണ്ടുപിടിച്ച് ആരാന്നറിയോ? ജിന്നുകള്. നമ്മളെ വിഷ്ടൻ ജിന്നൂരികളുടെ ജിന്ന് ദൈവങ്ങൾ വന്ന് ജുമുഅ സംഘടിപ്പിക്കും. ജുമുഅ സംഘടിപ്പിക്കൽ നിർബന്ധമാണ്. മനുഷ്യന്മാരാരും വേണ്ട, ഖതീബും വേണ്ട, നാട്ടുകാരും വേണ്ട, ഒന്നും വേണ്ട. അപ്പൊ പിന്നെ ജിന്നുകൾ വന്ന് സംഘടിപ്പിക്കും. അതിനാണ് വിഷ്ടൻ ജിന്നൂരികളായ ഞങ്ങൾ ജിന്നിനെ പൂജിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് പിടികിട്ടിയോ? വെള്ളിയാഴ്ച പെരുന്നാൾ വന്നാലുള്ള പ്രതിസന്ധി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജിന്നുകളെ ദൈവങ്ങളാക്കിയത്. മനസ്സിലായോ? കളി ഞങ്ങളോടാ വെള്ളത്തിയാ. വെള്ളിയാഴ്ച പെരുന്നാൾ വന്നാൽ ജുമുഅ സംഘടിപ്പിക്കൽ നിർബന്ധമാണ്, ജുമുഅയിൽ പങ്കെടുക്കൽ നിർബന്ധമില്ല. ഈ വെള്ളിയാഴ്ച പെരുന്നാൾ 29 മാസം കാണും, 28 ഉദയുണ്ട്. അപ്പൊ കാണാനാണ് സാധ്യത കൂടുതൽ. അപ്പൊ വെള്ളിയാഴ്ച ജുമുഅ നടക്കണം. പള്ളി കമ്മിറ്റിയെ സംബന്ധിച്ച് ജുമുഅ നടത്തണം. ഖതീബ് ആർക്കും വരാം, ഖതീബ് നിർബന്ധമില്ല. ഖതീബ് ഇവിടെ വന്നാൽ മതി, ഞാൻ തന്നെ കൊള്ളുന്നില്ല. പങ്കെടുക്കൽ നിർബന്ധമില്ല. അപ്പൊ രാവിലെ പെരുന്നാസ്കാരത്തിന് വന്നാൽ ഇനി വരെ ജുമുഅസ്കാരം നിർബന്ധമില്ല, ളുഹ്റുസ്കരിച്ചാൽ മതി. എന്നാൽ ജുമുഅ നടക്കൽ നിർബന്ധമാണ്, ജുമുഅ ക്യാൻസൽ ആക്കാൻ പറ്റൂല. പങ്കെടുക്കുക ആളുകൾ ഇഷ്ടം താല്പര്യമുള്ളവർക്ക് വരാം, അല്ലെങ്കിൽ വന്നാൽ കൂലിട്ടു, വന്നില്ലെങ്കിൽ ഒരു കുറ്റമില്ല, ളുഹ്റുസ്കരിച്ചാൽ മതി. ഇബ്ലീസ് ഒരു തൊപ്പിയും കുറച്ച് താടിയൊക്കെ വെച്ചിട്ട് വന്നിട്ട് ഇരുന്നിട്ട് പറയണ പറച്ചിലാണിത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു ഉമ്മത്തിന്റെ വിശ്വാസത്തെയും അവരുടെ ഒരു എന്താ പറയേണ്ട ജീവിതത്തെയും തകിടം മറിക്കാനല്ലേ ഇങ്ങനെ ഇത്തരം ഫത്വകളുമായിട്ട് ഇറങ്ങുന്നത്? ശൈത്താനല്ലേ ഇത് പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെ സമസ്തന്റെ മദ്രസ പോയ ഏതെങ്കിലും കുട്ടി ഇത് പറയോ? എന്താ പറയാ? നിങ്ങൾ എന്തില്ല, പെരുന്നാൾ നിസ്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ എന്താക്കണം, ജുമുഅ നിർബന്ധമായിട്ട് നിസ്കരിക്കണം അല്ലേ? പെരുന്നാൾ നിസ്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നതിന് കാരണം എന്താ? അത് നിർബന്ധമല്ലാത്തതുകൊണ്ടാ. അത് സുന്നത്താണ്, മുഅക്കദായ സുന്നത്താണ്. ശരി തന്നെ, പെരുന്നാൾ നിസ്കരിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ രീതി, അല്ലാതെ പെരുന്നാൾ നിസ്കരിക്കരുത് എന്നല്ല. പക്ഷേ സാഹചര്യം കൊണ്ട് പെരുന്നാൾ നിസ്കരിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിക്കും, നിസ്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ജുമുഅ ഒഴിവാക്കാൻ വല്ല മാർഗവും ഉണ്ടോ? ഒരു മാർഗവും ഇല്ല. എന്നാ ഈ ശൈത്താൻ എന്താ പറയണത്?
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ജനങ്ങൾക്കിടയിൽ ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ ഏർപ്പാടുമായിട്ട് ഇറങ്ങുന്നത്. അതാ ഞാൻ പറഞ്ഞേ, നമ്മളെ സമസ്തന്റെ മദ്രസത്തിൽ പോയ ഏതെങ്കിലും ഒരു കുട്ടി, ലോകത്തുള്ള ഏതെങ്കിലും മനുഷ്യൻ പറയോ ഇത്? ഇത്തരം ചില ഈ പറയുന്ന വഹാബികളല്ലാതെ, വഹാബികളിലും എല്ലാവരും ഇത് പറയില്ല. ഇപ്പോ ഇവരിൽ തന്നെ പല വിഭാഗമാണ്. സാധാരണ വെള്ളിയാഴ്ച എന്താ സംഭവിക്കുന്നത്? വെള്ളിയാഴ്ച നമ്മൾ 4 റക്അത്തുള്ള ളുഹർ നിസ്കാരം, ആ 4 റക്അത്തുള്ള ളുഹർ നിസ്കാരം എന്താകുന്നു? 2 റക്അത്തുള്ള ജുമയായി ചുരുങ്ങുന്നു. പകരം എന്താകുന്നു? ഈ 2 റക്അത്ത് കുറഞ്ഞതിന് പകരമായിട്ട്, ചുരുങ്ങിയതിന് പകരമായിട്ട് ഖുതുബ, 2 ഖുതുബകളാണുള്ളത് അല്ലേ? ആ 2 ഖുതുബകൾ മഖാമ റക്അത്തൈനി എന്നാണ്. തഖൂമു മഖാമ റക്അത്തൈനി അല്ലേ? അങ്ങനെയല്ലേ? ഈ 2 ഖുതുബയാണ്. ആ ചുരുക്കിയ 2 റക്അത്ത് ളുഹർ 2ആക്കി ചുരുക്കി, 4 റക്അത്തുള്ള ളുഹർ 2ആക്കി ചുരുക്കി ജുമയാക്കിയിട്ട് ആ ചുരുങ്ങിയ കുറച്ച 2 റക്അത്തിന് പകരമായിട്ടാണ് ഈ 2 ഖുതുബ നിൽക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത്, എന്തുകൊണ്ട് ഇവരുടെ ജുമ പണ്ടേ പോയി എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താ അറിയോ? ഇപ്പോൾ നിങ്ങൾ നിസ്കാരത്തിൽ നിങ്ങൾ ആരെങ്കിലും, ഏതെങ്കിലും ഒരു മനുഷ്യൻ, ലോകത്ത് എവിടെയാവട്ടെ, ഏത് മനുഷ്യനാവട്ടെ, ആരെങ്കിലും നമ്മൾ നിസ്കാരത്തിൽ ഫാത്തിഹ നിർബന്ധമാണല്ലോ അല്ലേ? ഫാത്തിഹ നമ്മൾ ഓതും. ഈ ഫാത്തിഹ നമ്മൾ ഓതുമ്പോൾ ഈ ഫാത്തിഹ നമ്മളെന്താവും? അറബിയിലല്ലേ ഓതുന്നത് അല്ലേ? ഖുർആനിൽ വന്നിരിക്കുന്നത് അറബിയിൽ. ഈ ഫാത്തിഹയ്ക്ക് പകരമായിട്ട് നമ്മൾ അറബിയിൽ ഓതുന്നതിന് പകരമായിട്ട് ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നിങ്ങനെ തുടങ്ങിയിട്ട് നമ്മളത് ഓതുന്നതിന് പകരമായിട്ട് ആ ഫാത്തിഹയുടെ ട്രാൻസ്ലേഷൻ, അത് അറബി ആവട്ടെ, ഇംഗ്ലീഷ് ആവട്ടെ, മലയാളമാകട്ടെ, ഫ്രഞ്ച് ആവട്ടെ, സ്പാനിഷ് ആവട്ടെ, പോർച്ചുഗീസ് ആവട്ടെ, ചൈനീസ് ആവട്ടെ, റഷ്യൻ ആവട്ടെ, ജാപ്പനീസ് ആവട്ടെ, ഏത് ഭാഷയിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത വരികൾ നമ്മൾ അവിടെ വായിച്ചത് കൊണ്ട് നിസ്കാരം ശരിയാവുമോ? ഇല്ലല്ലോ. അങ്ങനെ ഒരു വാദം ഈ പറയുന്ന ആളുകൾക്കുണ്ടോ? ഇല്ലല്ലോ. അപ്പോ അത് നിസ്കാരത്തിൽ നമുക്ക് ഫാത്തിഹ നിർബന്ധമായിട്ടുള്ള ഫാത്തിഹ അത് നമ്മൾ അറബിയിൽ തന്നെ വേണം അല്ലേ? അപ്പൊ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അറബിയിൽ തന്നെ വേണം. അതിന് പകരം നമ്മൾ അറബിയിൽ അത് വായിക്കാതെ, ഓതാതെ, പാരായണം ചെയ്യാതെ അതിന് പകരമായിട്ട് നമ്മൾ അതിന്റെ പരിഭാഷകൾ വായിച്ചാൽ ശരിയാവുമോ? ഇല്ല എന്നുള്ളതല്ലേ. അങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ? ഒരാളും ഈ ലോകത്ത് ചെയ്യുന്നില്ല എന്നുള്ളതല്ലേ. അപ്പോ അതിന് പകരമായിട്ടുള്ള ഖുതുബയിലും ഈ പറയുന്ന ഭാഷ അറബി ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടോ? അപ്പോ ഇത് കുറെ കാലങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ശൈത്താൻ ഞാൻ പറഞ്ഞില്ലേ സ്വർഗത്തിലേക്ക്, കാരണം സ്വർഗത്തിൽ നിന്നാണ് ഈ പറയുന്ന ആദമിനെയും ഹവ്വയെയും അലൈഹിസ്സലാം അള്ളാഹ് പൊടിച്ച് പുറത്താക്കുന്നത് സ്വർഗത്തിൽ നിന്നാണ്. അതേ സ്വർഗത്തിൽ നിന്ന് തന്നെയാണ് ശൈത്താനെ, ഇബ്ലീസിനെയും അള്ളാഹ് പൊടിച്ച് പുറത്താക്കുന്നത്. പക്ഷേ ആദമിനും ഹവ്വക്കും മനുഷ്യലോകത്തിനും മനുഷ്യരാശിക്കും അള്ളാഹ് ഒരു കൺസിഡറേഷൻ വെച്ചു, നിങ്ങൾക്ക് തിരിച്ചെത്താനുള്ള വഴിയുണ്ട്. പക്ഷേ ശൈത്താനെ, ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ലൈഫ് ലോങ് സ്വർഗത്തിൽ നിന്ന് പുറത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിന് കാരണം എന്താണ്? ആദമും ഹവ്വയാണ്, മനുഷ്യനാണ്. അപ്പം നമ്മളെ വീണ്ടും നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, തിരിച്ചെത്താനുള്ള ഒരു വഴിയുണ്ട്. അത് തിരിച്ചെത്താതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ പണികളും ശൈത്താൻ എടുത്തുകൊണ്ട് കൊടുക്കും. അത് ചെയ്യുന്നത് ഇവനെ പോലെയുള്ള ശൈത്താന്മാരിലൂടെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു ഉമ്മത്തിൻ്റെ അമലിനെയും വിശ്വാസത്തെയും ബാത്തിലാക്കുന്ന രീതിയിൽ ഈ മദ്രസയിൽ പോകാതെ താടിയും വെച്ച് തൊപ്പിയും വെച്ച് വന്നിരുന്നിട്ട് ഇങ്ങോട്ട് പറയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാനപരമായ വിവരമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇത് പറയോ? ഇത് വിവരം ഇല്ലായിട്ടാണോ? അല്ല, പിന്നെന്തുകൊണ്ടാ? ഇത് ശൈത്താൻ കൂടിയിരിക്കുക. മനസ്സിലായില്ലേ? കാണാൻ പേര് ഫൈസലാണ്, മൗലവിയാണ്, തൊപ്പിയുണ്ട്, താടിയുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഉള്ളിലാരാ? നല്ല 1ാം തരം ഇബ്ലീസ് ഇരിക്കുകയാണെന്നേ ഉള്ളില്. ശൈത്താൻ ഉള്ളിൽ കുടിയിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാ? എനിക്ക് വല്ലാത്തൊരു കാരണം, ഒരു ഉമ്മത്തിന്റെ അമലിനെ ബാത്തിലാക്കുന്നത്, അവരുടെ വിശ്വാസത്തെയാണ് ബാത്തിലാക്കുന്നത് അല്ലേ? ഇതിനൊക്കെ നാളെ അള്ളാന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരൂലേ? ഇതിനാണോ ഞാൻ പറയണത് സമസ്തക്കാരനാകാൻ ഒരു ഭാഗ്യമുണ്ടെന്ന്? ഞാൻ പല ആവർത്തി ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. അത് എന്തുകൊണ്ടെന്നറിയാമോ? അള്ളാന്റെ റസൂലിന്റെ ദീന്, ആ ദീന് ഹജ്ജത്തുൽ വിദാഇന്റെ ദിവസം അള്ളാന്റെ റസൂൽ പറഞ്ഞു, അല്യോമ അക്മൽതു ലക്കും ദീനുക്കും. ഈ ദീൻ ഇവിടെ കംപ്ലീറ്റ് ആണ്.
ഇനി ഇതിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, ഇതിൽ വിട്ടുവീഴ്ചകളില്ല, ഇതിൽ കോംപ്രമൈസുകളില്ല, അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകളില്ല, പുതുക്കലുകളില്ല, മാറ്റങ്ങളില്ല, മാറ്റി തിരുത്തലുകളില്ല, എവ്രിതിങ് എന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാന്റെ റസൂല് അവിടെ കംപ്ലീറ്റ് ചെയ്ത കാര്യമാണിത്. അല്യൗമ അക്മൽതു ലക്കും ദീനുക്കും. ആ കംപ്ലീറ്റ് ചെയ്ത ദീന് എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്ലാം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അഡ്ജസ്റ്റ്മെന്റുകളില്ലാതെ, തിരുത്തലുകളില്ലാതെ, മാറ്റം വരുത്തലുകളില്ലാതെ. എന്തുകൊണ്ടാണ് അള്ളാന്റെ റസൂലിന്റെ നുബൂവത്തും അള്ളാന്റെ റസൂലിന്റെ ആഗമനവും ഖുർആനിന്റെ വരവുമൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു? അതിനു മുൻപ് വന്ന പല ആളുകളിലും പലതും പുതിയതും പഴയതും അവിടുത്തതും ഇവിടുത്തതും എന്നൊക്കെ പറഞ്ഞ് മാറ്റങ്ങളുണ്ടായി. മുൻപിറങ്ങിയ കേന്ദ്രങ്ങളിൽ അല്ലേ പല മാറ്റങ്ങളുണ്ടായില്ലേ? ആ മാറ്റങ്ങൾ ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു. അത് ഉണ്ടായപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം, അതിൻ്റെ റിയാലിറ്റി അത് ചോദ്യചിഹ്നത്തിലായപ്പോഴാണ് ഖുർആൻ ഉണ്ടാവുന്നത്, നുബുവത്ത് ഉണ്ടാവുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടാവുന്നത്, ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഹജ്ജത്തുൽ വിദായിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ അല്യോമ അക്മൽതു ലക്കും ദീനുക്കും എന്ന് പറഞ്ഞു നിർത്തിയത് കംപ്ലീറ്റ് ആണ്. അല്ലാണ്ട് വന്നിട്ട് പകുതി പറഞ്ഞു പകുതി പറയാതെ അങ്ങ് പോയതല്ല. ദീന് കംപ്ലീറ്റ് ആക്കിയിട്ടാ. ഇനി ഇതിൽ വേറൊന്നുമില്ല. പറയാനുള്ളതും ചെയ്യാനുള്ളതും റൂൾസ് ആൻഡ് റെഗുലേഷൻസും ചട്ടക്കൂടുകളും എവ്രിതിങ് അള്ളാന്റെ റസൂൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ആ ദീന് അങ്ങനെ തന്നെ നിനക്ക് കിട്ടണോ? നീ സമസ്തക്കാരനായിക്കോ. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇത്തരം പിശാചികൾ വന്നിട്ട് നിന്നോട് പറയും, എന്താ ഇതിലും വലിയ പൈശാചികത വേറെന്താ ഉള്ളത്? ഫർലായ ഒരു കാര്യം നീ ചെയ്യേണ്ട, അത് നിനക്ക് കുറ്റമില്ല എന്നാ പറയണത്. ഫർലായ കാര്യം ചെയ്യാതിരുന്ന എങ്ങനെയാണ് ഇബിലീസെ കുറ്റമില്ലാതിരിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പോ ചെയ്യേണ്ടത് എന്താ? നീ പെരുന്നാള് നിസ്കരിക്കാതിരിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പെരുന്നാള് നിസ്കരിക്കാതിരുന്നാലും ജുമാ നിസ്കരിക്കാതിരിക്കാനുള്ള കാരണം നിനക്കില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ഫർളാണ്, മറ്റേത് സുന്നത്താണ്, മുഅക്കദായ സുന്നത്താണ്. പെരുന്നാൾ നിസ്കാരത്തിന് നിങ്ങൾ ആരും പോകരുത്, പെരുന്നാൾ നിസ്കരിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കിയാലും അത് കുഴപ്പമില്ല. പക്ഷേ ജുമോ ഒഴിവാക്കാൻ നിനക്ക് വഴിയുണ്ടോ? എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? എന്തെങ്കിലും എക്സ്ക്യൂസ് ഉണ്ടോ? നോ എക്സ്ക്യൂസ്. അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ പ്രേക്ഷകരോടും ഈ ഉമ്മത്തിനോടും ഞാൻ പറഞ്ഞത്, എടോ സമസ്തക്കാരനാവുക എന്ന് പറയുന്നത് ഒരു സുഹൃതമാണ്, അതൊരു തൗഫീഖാണ്. കാരണം എന്താ? ആ ദീന്, ആ സമസ്തയെ കൊണ്ട് നടക്കുന്നതും ദീന് നമുക്ക് പറഞ്ഞു തരുന്നതും അള്ളാന്റെ ഔലിയാക്കളാണ്. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ ചെറുവിരലിൽ പിടിച്ചു തൂങ്ങി നടക്കാൻ ലഭിക്കുന്ന ഭാഗ്യം എന്ന് പറയുന്നത് ഈ പോലെയുള്ള പിശാചുകള് ഇബിലീസിന്റെ കെണിയിൽ പെട്ടുപോകാതിരിക്കണമെങ്കിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമസ്തയുടെ മക്കളാക്കി മാറ്റിക്കോ. അല്ലാണ്ട് സമസ്ത പറയൂല നീ ജുമ നിസ്കരിക്കാതിരിക്കണം. സമസ്ത പറയും നീ പെരുന്നാളും നിസ്കരിക്കണം, ജുമ ഒഴിവാക്കാൻ നിനക്ക് ഒരു വഴിയുമില്ല, നിർബന്ധമായിട്ടും നീ നിസ്കരിക്കണം ജുമ, ഇല്ലെങ്കിൽ നീ കുറ്റക്കാരനാണെന്ന് ആര് പറയും? സമസ്ത പറയും. എന്ന് പറഞ്ഞാൽ അതാണ് ദീന്. അല്ലാതെ ഈ ഇബ്ലീസ് ഫൈസൽ മൗലവിയുടെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് പറയുന്നതല്ല ദീന്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.